തൊട്ടതെല്ലാം തട്ടിപ്പെന്നതാണ് ഇപ്പം നാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ. ഇപ്പോഴെന്നല്ല, എപ്പോഴും അത് തന്നെയാണ് അവരുടെ അവസ്ഥ. എന്നാൽ ഇപ്പം തട്ടിപ്പ് പ്രോ മാക്സ് ആയിട്ടുണ്ട്. ഈ അടുത്തിടെ തന്നെ ലീഗ് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ആഹ്വാനം ചെയ്ത എല്ലാ പരിപാടികളും നോക്കിയാൽ മാത്രം മതി. ആദ്യത്തേതാണ് നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ഭൂമി കൊടുക്കുക എന്ന പേരിലുള്ളത്. ലീഗ് പ്രവർത്തകരുടെയും പാവപ്പെട്ട നാട്ടുകാരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയ 40 കോടിയിലേറെ പൈസ കൊണ്ട് ഒരു ഷോ. ഭൂമി എവിടെ എന്ന് പൈസ കൊടുത്തവർ ചോദിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കുറെ തോട്ടഭൂമി കാണിച്ച് അവരുടെ കണ്ണി പൊടിയിടുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. നാട് കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ പേരും പറഞ്ഞ് പൈസ പിരിച്ച് അതിന്റെ മറവിൽ റിയൽ എസ്റ്റേറ്റ് ലോബി ഓടിക്കാനുള്ള അത്രയും തന്റെ ഇടം ചിലപ്പോൾ ഈ നാട്ടിൽ തന്നെ ലീഗിന് മാത്രമേ കാണുള്ളൂ. അടുത്തത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഇല്ലാത്ത പേരും പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം TP ഹാരിസ് തട്ടിയത് 25 കോടിയിലധികം രൂപയാണ്. പിന്നെ കത്വ ഉന്നാവ ഫണ്ട് തട്ടിപ്പൊക്കെ നമ്മൾ കേട്ട് തഴമ്പിച്ചതാണ്. യൂത്ത് ലീഗ് നടത്തിയ ധോത്തി ചലഞ്ചിൽ 150 രൂപയുടെ തുണി നൽകിയാണ് കോടിക്കണക്കിന് രൂപ അവർ വെട്ടിച്ചത്. സ്വന്തം മുഖപത്രമായ ചന്ദ്രികയിൽ ജീവനക്കാർ വരിസംഖ്യയായി കൊടുത്ത പണവും നേതാക്കളുടെ പോക്കറ്റിൽ തന്നെ പോയി. നിവർത്തിയില്ലാതെ അവസാനം ജീവനക്കാർ പരാതി കൊടുത്തപ്പോഴാണ് വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. അങ്ങനെ സ്വന്തം പത്രത്തെ പോലും പൈസ തട്ടിപ്പിന് ഉപയോഗിക്കുന്ന ഒരു നൂതന തട്ടിപ്പ് സംവിധാനമാണ് ലീഗ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം പുറത്തു വന്നത് പരിരക്ഷ എന്ന പദ്ധതിയുടെ പേരിലുള്ള നല്ല ഫ്രഷ് തട്ടിപ്പാണ്. മലപ്പുറം അസോസിയേഷൻ ഫോർ സെക്യൂരിറ്റി സ്കീം അഥവാ മാസ് എന്ന മാസ് പേരൊക്കെ ഇട്ടിട്ടാണ് പുതിയ തട്ടിപ്പ്. ആളൊന്നിന് 2000 രൂപ നൽകി അംഗത്വം എടുക്കേണ്ട ഈ സ്കീമിലേക്ക് മൊത്തം 20 കോടിയിലേറെ രൂപയാണ് ഇപ്പോൾ പിരിച്ചു കിട്ടിയത്. എന്നിട്ട് യാതൊരു ആനുകൂല്യവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് വേറെ ആരുമല്ല, മുൻ MSF നേതാവ് PA ഷറഫലിയാണ്. ഒന്നെങ്കിൽ തട്ടിപ്പിന്റെ എണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ ഈ രീതി ഒന്ന് മാറ്റിപ്പിടിക്കണം. ഒരേ മൂഡിൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തി അതിൽ സ്വന്തം പാർട്ടിക്കാരെയും അനുഭാവികളെയും പറ്റിച്ചൊക്കെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച അണികളാണെങ്കിൽ പോലും ഒന്ന് പരാതി കൊടുത്ത് പോകും. എന്താണ് ഇതൊക്കെ? ഇത് സാമ്പത്തിക തട്ടിപ്പിന്റെ മാത്രം കാര്യമാണ്. ലഹരിക്കടത്ത് കേസുകളിലൊക്കെ വന്ന് ലീഗുകാരില്ലാത്തൊരു FIR തന്നെ ഇല്ല എന്ന സ്ഥിതിയാണ്. എന്നാലും എൻ്റെ ലീഗെ, ഈ സ്വന്തം പാർട്ടിക്കാരെയൊക്കെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കിടന്നിട്ട് ഉറക്കം വരുന്നതെന്നാണ് പ്രത്യേക മൈൻഡ് സെറ്റ് തന്നെ ഇതൊക്കെ.